എല്ലാവർക്കും ഓട്ടോടെക് ടീമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഇൻവിക്ടോയുടെ ഗിയർ ലിവർ എന്ന് പറയുന്നത്. നമുക്ക് ഇൻവിക്ടോ ഓട്ടോമാറ്റിക് മാത്രമാണ് വരുന്നുള്ളൂ, ECVT മാത്രമാണുള്ളൂ. മാനുവൽ മോഡൽ നമുക്ക് അവൈലബിൾ അല്ല ഇൻവിക്ടോ വാഹനത്തിന്. അപ്പോൾ ഇതിൻ്റെ ഗിയർ ലിവറിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ സൈഡിലായിട്ട് ഒരു ലോക്ക് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ പ്രസ് ചെയ്തിട്ട് പുറകോട്ട് വലിച്ചാൽ മാത്രമാണ് നമുക്ക് ഗിയർ പാർക്കിൽ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് പീലാണ്, പി എന്ന് പറഞ്ഞാൽ പാർക്കാണ്. നമ്മൾ നേരെ വലിച്ചാൽ നേരെ റിവേഴ്സാണ് വരിക. ഫസ്റ്റ് റിവേഴ്സാണ്. അത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ന്യൂട്രൽ. അത് കഴിഞ്ഞിട്ട് പുറകോട്ട് വലിച്ച് കഴിഞ്ഞാൽ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവാണ്. ഡ്രൈവ് നമുക്ക് ഡിയിലിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഹനം പോകുന്ന പോലെ ECVT വാഹനവും നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് S എന്ന് പറഞ്ഞിട്ടൊരു മോഡ് കൊടുത്തിട്ടുണ്ട്. സ്പോർട്സ് മോഡെന്നോ അല്ലെങ്കിൽ മാനുവൽ മോഡെന്നോ അല്ലെങ്കിൽ പവർ മോഡെന്നൊക്കെ നമുക്കിതിനെ പറയാം. ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് വാഹനമാണെങ്കിൽ കൂടി നമുക്ക് മാനുവൽ വാഹനം ഓടിക്കുന്ന പോലെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഗിയർ ഇടുന്നതനുസരിച്ച് ഇതുപോലെ ജോയ്സ്റ്റിക്ക് കണക്ക് ഇതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ക്ലസ്റ്ററിൽ ഇതുപോലെ നമുക്ക് S1 എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. ഇനി നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ S2, S3, F4, S5, S6 ഇത്രയും വരെയാണ് നമുക്ക് S മോഡ് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് പോലെ ഈ ഗിയർ ലിവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് അപ്പ് ഷിഫ്റ്റോ ഡൗൺ ഷിഫ്റ്റോ ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും S1 അല്ലെങ്കിൽ S2 ലോ ഗിയർ ആയിരിക്കും. അപ്പോൾ ആ ഗിയറിൽ നമ്മൾ സാധാരണ മാനുവൽ ട്രാൻസിഷൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും. അപ്പോൾ ചില സ്പീഡുകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് വരണം നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനത്തിൻ്റെ സ്പീഡിനെയും ലോഡിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും ഷിഫ്റ്റിങ് നടക്കുന്നുണ്ടാവുക. പിന്നെ ഇതുപോലെ നമുക്ക് ഈ വാഹനം ഇറങ്ങുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിയിൽ നിന്നും എസ്സിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്തിടുവാണെങ്കിൽ സ്പീഡ് കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ ലോ സ്പീഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി പെട്ടെന്ന് ചാർജ് ആവാനുള്ള ഒരു ഇത് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീലിൽ നിന്നുള്ള റൊട്ടേഷൻ ഇതിലേക്ക് വരും. ബ്രേക്കിങ് നമുക്ക് പെട്ടെന്ന് പോസിബിൾ ആവും ഈ നമ്മുടെ S മോഡിൽ ലോ ഗിയർ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിന് പാഡിൽ ഷിഫ്റ്റ് അവൈലബിൾ ആണ്. നമ്മൾ സ്റ്റീറിംഗ് വീലിൻ്റെ അടിയിലായിട്ട് നമുക്കിതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡൗൺ ചെയ്യുക. അതുപോലെ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് അപ്പ് ചെയ്യാനായിട്ട് പ്ലസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അപ്പ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.